അമേരിക്കയുടെ നേതൃത്വത്തിൽ ടെഹ്റാനെതിരെ നടക്കുന്ന സാമ്പത്തിക ഉപരോധത്തിലും ഉപരോധ യുദ്ധത്തിലും പങ്കാളികളാകുന്ന അയൽ രാജ്യങ്ങളെ ശത്രുരാജ്യങ്ങളായി പ്രഖ്യാപിക്കുമെന്ന് ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു. വാഷിംഗ്ടണിന്റെ സാമ്പത്തിക സമ്മർദ്ദ തന്ത്രങ്ങൾ ഒത്താശ ചെയ്യുന്ന രാജ്യങ്ങളുടെ താൽപര്യങ്ങളെ നേരിട്ട് ആക്രമിക്കുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി മൊഹ്സെൻ റസായി ഔദ്യോഗിക ചാനലായ IRIBന് നൽകിയ അഭിമുഖത്തിലാണ് അമേരിക്കയുടെ സാമ്പത്തിക യുദ്ധത്തിൽ പങ്കാളികളാകുന്ന അയൽ രാജ്യങ്ങൾക്ക് പരസ്യമായ മുന്നറിയിപ്പ് നൽകിയത്. മൊഹ്സെൻ റസായി വ്യക്തമാക്കിയതനുസരിച്ച് മേഖലയിലെ അയൽ രാജ്യങ്ങളോട് ഇറാൻ 3 നിർണായക ഘട്ടങ്ങളിലുള്ള സമീപനമാണ് സ്വീകരിക്കാൻ പോകുന്നത്. ഒന്നാം ഘട്ടം നോക്കിയാൽ പ്രാദേശിക തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിക്കാൻ നേരിട്ടുള്ള നയതന്ത്ര ചർച്ചകളിലേക്ക് ഇറാൻ ആദ്യമായി മുൻകൈയെടുക്കും. രണ്ടാം ഘട്ടം നോക്കിയാൽ അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദ തന്ത്രങ്ങളിൽ നിന്നും ഉപരോധ നടപടികളിൽ നിന്നും വിട്ടുനിൽക്കാൻ അയൽ രാജ്യങ്ങളെ സൗഹൃദപരമായ സംഭാഷണങ്ങളിലൂടെ ബോധ്യപ്പെടുത്തും. മൂന്നാം ഘട്ടം നോക്കിയാൽ ഈ നിർദ്ദേശങ്ങൾ തള്ളി അമേരിക്കയോടൊപ്പം നിൽക്കാൻ തീരുമാനിക്കുന്ന രാജ്യങ്ങളെ ഇറാൻ നേരിട്ട് ശത്രുരാജ്യമായി പ്രഖ്യാപിക്കുകയും അവരുടെ സാമ്പത്തിക തന്ത്രപ്രധാന താൽപര്യങ്ങൾക്ക് നേരെ കടുത്ത ആക്രമണം നടത്തുകയും ചെയ്യും. മേഖലയിലെ ഉപരോധ പങ്കാളിത്തത്തിനെതിരെ റസായി നൽകിയ ഭീഷണി കേവലം വാക്ക് മാത്രമല്ല. ഗൾഫ് മേഖലയിൽ നിന്നും ഹോർമൂസ് കടലിടുക്കിലൂടെയും ഒരു തുള്ളി എണ്ണ പോലും മറ്റ് രാജ്യങ്ങളിലേക്ക് ഒഴുകാൻ ഇറാൻ അനുവദിക്കില്ലെന്ന് റസായി ഖണ്ഡിതമായി വ്യക്തമാക്കി. പേർഷ്യൻ ഗൾഫിൽ നിന്ന് എണ്ണ കയറ്റുമതി ചെയ്യുന്ന മറ്റെല്ലാ ബദൽ പാതകളെയും ഇറാൻ ലക്ഷ്യമിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപ് ഭരണകൂടം സൈനിക നീക്കത്തിന് മുതിർന്നാൽ ഇറാന്റെ പ്രതികരണം ഭൂകമ്പത്തിന് സമാനമായ തിരിച്ചടിയായിരിക്കുമെന്നും റസായി ഓർമ്മിപ്പിച്ചു. വാഷിംഗ്ടൺ മുൻ കരാറുകളിലെ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കുമെന്നാണ് ഇറാന്റെ അന്തിമ നിലപാട്. അമേരിക്കയുടെ സാമ്പത്തിക യുദ്ധത്തിൽ ഗൾഫ് രാജ്യങ്ങൾ പങ്കാളികളായാൽ ഹോർമൂസ് കടലിടുക്കിലൂടെയോ പേർഷ്യൻ ഗൾഫിലൂടെയോ ഒരു തുള്ളി എണ്ണ പോലും പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ലെന്ന് റസായി വ്യക്തമാക്കി. ഗൾഫ് മേഖലയിലെ എണ്ണ കയറ്റുമതിയുടെയും മറ്റു വഴികളും തകർക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ച ഇക്കണോമിക് D-Day തങ്ങളെ തകർത്ത് കളയില്ലെന്നും അതിശക്തമായ തിരിച്ചടി അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും നേരിടേണ്ടി വരുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു. ട്രംപിന്റെ നടപടികൾക്ക് പിന്തുണ നൽകുന്ന യൂറോപ്യൻ രാജ്യങ്ങളെയും ആക്രമണ ലക്ഷ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ടെഹ്റാൻ ആലോചിക്കുന്നുണ്ട്. ഇതിനിടെ ഇറാന്റെ സായുധ സേനാ മേധാവി അബ്ദുല്ലാഹി ഭൂഗർഭ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രം സന്ദർശിച്ച് തങ്ങളുടെ മിസൈൽ ശൃംഖല പൂർണ്ണമായും സജ്ജമാണെന്ന് പ്രഖ്യാപിച്ചു. അതേസമയം അമേരിക്കയല്ലാത്ത ഒരു പ്രാദേശിക സുരക്ഷാ സാമ്പത്തിക സഹകരണ ചട്ടക്കൂട് രൂപീകരിക്കാൻ നിരവധി അയൽ രാജ്യങ്ങൾ ടെഹ്റാനുമായി ആശയവിനിമയം നടത്തിയതായി പാർലമെന്റ് സ്പീക്കർ ഖാലിബാബും സ്ഥിരീകരിച്ചു.